ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തു. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, എന്താണ് എംപിരിക്കൽ ഫോർമുല? ഇവിടെ ഞാൻ രണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഗീവ്സ് ഓൺലി ദ റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. നിങ്ങൾ ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് ഫോർമുല ആണ്. Molecular formula is the actual formula that gives the exact number of different elements present in the sample. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുല എന്നാൽ ഒരു ആക്ച്വൽ ഫോർമുല ആണ്. ആക്ച്വൽ ഫോർമുല മീൻസ് ഒരു ഒറിജിനൽ ഫോർമുലയാണ്. കണ്ടല്ലോ, എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇത്രയും വിചാരിച്ചാൽ മതി, സിംപ്ലസ്റ്റ് ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഫോർമുല. മനസ്സിലായോ? അതായത് അതിനെ സിമ്പിളാക്കി എഴുതിയാൽ, അതായത് മോളിക്കുലാർ ഫോർമുലയെ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ഫോർമുലയെ സിമ്പിളാക്കി എഴുതിയാൽ കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 gram മോൾ ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. അപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 78 gram. അതേപോലെ തന്നെ അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട് CH. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലാർ ഫോർമുലയാണ്, അല്ലേ? അപ്പം ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന സാധനം എഴുതാം. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? എംപിരിക്കൽ ഫോർമുല, EF എന്ന് ഞാൻ എഴുതുക. എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണത്? CH ആണ് നമുക്ക് തന്നിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല. പിന്നിവിടെ എന്തുവാ തന്നിരിക്കുന്നത്? പിന്നിവിടെ മോളാർ മാസാ തന്നിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ എഴുതണ്ട, മോളാർ മാസ് അവിടെ നിൽക്കട്ടെ. എംപിരിക്കൽ ഫോർമുല CH ആണ്. നമുക്ക് ഈ എംപിരിക്കൽ ഫോർമുല കിട്ടുവാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരാളുടെ എംപിരിക്കൽ ഫോർമുല കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അവരുടെ എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പറ്റും. എന്താണ്? ഒരാളുടെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് അയാളുടെ എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പറ്റും. അതായത് എംപിരിക്കൽ ഫോർമുല ഇവിടെ CH ആണ്, അല്ലേ? ഈ CHൻ്റെ തമ്മിലുള്ള മാസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. അപ്പം CHൻ്റെ മാസ് എങ്ങനെയാണ് കൂട്ടുന്നത്? കാണിച്ചു തരാം. ഇവിടെ CH ആണ്, അല്ലേ? CH എന്ന് പറയുമ്പോൾ കാർബൺ എത്രയാണ്? അറ്റോമിക് മാസ് 12. ഹൈഡ്രജന്റെ 1. സോ 12 + 1 എത്രയാ? 13. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും മാസ് തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 13 ആണ്. അപ്പോൾ ഇവിടുത്തെ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കിട്ടി. എത്രയാണ്? എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് 13 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മോളാർ മാസ് ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? 78 gram, അല്ലേ? ഇതിൻ്റെ മോളാർ മാസ് ക്വസ്റ്റ്യന് 78 gram എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് മോളിക്കുലാർ ഫോർമുല കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ മോളിക്കുലാർ ഫോർമുല കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. മനസ്സിലായോ? നമ്മൾ എംപിരിക്കൽ ഫോർമുല നമുക്കിവിടെ CH എന്ന് തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നെങ്കിൽ നമുക്കതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പറ്റും. അതായത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും അറ്റോമിക് മാസ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. ആ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 78 gram എന്ന് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണേണ്ടത് എന്താണ്? മോളിക്കുലാർ ഫോർമുലയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഒരു ഇക്വേഷനാണ് N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ N എങ്ങനെ കിട്ടും, അല്ലേ? ഈ N എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയാലല്ലേ നമുക്കിവിടെ എംപിരിക്കൽ ഫോർമുലയുടെ കൂടെ നമുക്കിതിനെ ഇൻറ്റു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ N എങ്ങനെ കിട്ടും? അപ്പോൾ N കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് N ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്.
മനസ്സിലായോ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ നമുക്ക് ഇവിടെ n കിട്ടും. അപ്പം മോളാർ മാസ് എത്രയാ? മോളാർ മാസ് 78 ഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മോളാർ, അതായത് മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? അപ്പൊ n എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? n is equal to 78. അപ്പം എംപിരിക്കൽ ഫോർമുല മാസ് നമുക്കിപ്പോൾ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മൾ 13 കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? കാർബണിന്റെ 12ഉം ഹൈഡ്രജന്റെ 1ഉം കൂടെ കൂട്ടി 13 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് 78 ഡിവൈഡഡ് ബൈ 13 ആണ് അല്ലേ? 78 ഡിവൈഡഡ് ബൈ 13 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 അല്ലേ? അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടി അല്ലേ? നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടി. ഇനിയിപ്പം നമുക്ക് മോളിക്കുലാർ ഫോർമുല ചെയ്യരുതോ? മോളിക്കുലാർ ഫോർമുല ചെയ്യല്ലോ. എന്തായിരുന്നു മോളിക്കുലാർ ഫോർമുലയുടെ ഇക്വേഷൻ? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പൊ എന്നും കിട്ടി, എംപിരിക്കൽ ഫോർമുലയും കിട്ടി അല്ലേ? അപ്പം മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇപ്പൊ നമുക്ക് കിട്ടിയ 6 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എത്രയാണ്? CH അല്ലേ? CH അല്ലേ? അപ്പം ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? കാർബണിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഹൈഡ്രജനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു C6H6. അതായത് കാർബണിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഹൈഡ്രജനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കിട്ടി C6H6. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? അതായത് മോളിക്കുലാർ ഫോർമുല നമുക്കിപ്പോൾ കിട്ടി C6H6. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നതാണ് അതിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഒറിജിനൽ ഫോർമുല. അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഫോം ആയിട്ട് എഴുതുന്നതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഈ മോളിക്കുലാർ അല്ലെങ്കിൽ ഈ ഒറിജിനൽ ഫോർമുലയെ ചെറുതാക്കിയ ഫോർമുലയാണ് ഈ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്ന CH. ഓക്കെ, മനസ്സിലായോ? ഇത്രയും നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളിപ്പം പറഞ്ഞത് ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കിവിടെ മോളാർ മാസും എംപിരിക്കൽ ഫോർമുലയുമാണ് തന്നിരിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല തന്നാൽ നമുക്ക് അതിനടുത്ത് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ CHന്റെ എംപിരിക്കൽ ഫോർമുല മാസ് കാർബണിന്റെ 12ഉം ഹൈഡ്രജന്റെ 1ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടി. ആ 13 കിട്ടി, അതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മോളാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 78 ഗ്രാം. നമ്മളോട് മോളിക്കുലാർ ഫോർമുല കാണാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം മോളിക്കുലാർ ഫോർമുല കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പം n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ n നമ്മൾ കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു ഏത്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ മോളാർ മാസ് നമുക്ക് 78 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്, എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് 13 എന്ന് കിട്ടിയിട്ടുമുണ്ട്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് n കിട്ടി. സോ പിന്നെ നമുക്ക് ഇതിനെ നേരിട്ട് മോളിക്കുലാർ ഫോർമുലയുടെ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പം മോളിക്കുലാർ ഫോർമുലയുടെ ഇക്വേഷൻ ആയിരുന്നു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. n നമുക്ക് കിട്ടി 6 ആയിരുന്നു. 6 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ഈ CH. അപ്പം ഈ 6 കൊണ്ട് ഈ CAയും Hനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ C6H6 എന്ന് കിട്ടി. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ മോളിക്കുലാർ ഫോർമുല. ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണയും ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഓരോ ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു എംപിരിക്കൽ ഫോർമുലയുടെ ഒരു എക്സാമ്പിൾ ആണ്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ അനാലിസിസ് ഗേവ് ദ ഫോളോയിങ് കോമ്പസിഷൻ. ഇവിടെ കാർബൺ 40% തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ 6.66% തന്നിട്ടുണ്ട്, ഓക്സിജൻ 53.34% തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഇഫ് ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് 90. അപ്പം മോളിക്കുലാർ മാസ് അല്ലെ മോളാർ മാസ് 90 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കോമ്പൗണ്ടും ഞാൻ എഴുതി, അതായത് ഏതൊക്കെ
ഏതൊക്കെ കോമ്പൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലേ? അപ്പം ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനെ കണ്ടോ, ഇവിടെ ഞാൻ ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എലമെന്റ് ആയിട്ട്. പിന്നീട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? അതിന്റെ പെർസെൻറ്റേജാ അല്ലേ? നോക്കിയേ, കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.34%. അത് തന്നെ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ. കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, പിന്നെ ഓക്സിജൻ 53.34%. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതേതാണ്? അതാണ് മോളിക്കുലാർ മാസ്. അത് 90 ആണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന 3 എലമെന്റ്സ് ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിന്റെ ഓരോന്നിന്റെയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ അറ്റോമിക് മാസ് എഴുതണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് കാണാൻ എലമെന്റ് പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് അറ്റോമിക് മാസ് വേണം ഇതിന്റെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, കാർബണിന്റെ പെർസെൻറ്റേജ് 40 തന്നിട്ടുണ്ട്. നമുക്കറിയാം കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ് അല്ലേ? ഇനി ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് നമ്മൾ ഈ 3 എലമെന്റിന്റെ എഴുതി. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ ഞാൻ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് കാണാൻ ഈ എലമെന്റ് പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് ഈ എലമെന്റ് പെർസെൻറ്റേജിനെ ഈ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പം ഇവിടെ 40യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40 ഡിവൈഡഡ് ബൈ 12 അല്ലേ? 40 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പം 3.33 കിട്ടും. 3.33. ഇനി ഇവിടെ അപ്പം എന്തിനാ? 6.66നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 6.66 തന്നെ കിട്ടും അല്ലേ? ഇനി ഇവിടെ 53.34നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.33 തന്നെ. 3.33. ഓക്കെ, അതായത് ഇവിടെ കിട്ടിയത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ 6.66 ആണ്, ഇവിടെ 6.66 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 3.33, ഇവിടെയും 3.33. ഇനി നമുക്ക് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആണ് കാണേണ്ടത്. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കാണാൻ ഈ വാല്യൂസിനെ, അതായത് നമ്പർ ഓഫ് മോൾസിൽ കിട്ടിയിരിക്കുന്ന വാല്യൂസിൻ്റെ ഒക്കെ ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഏറ്റവും ചെറുത് 3.33 അല്ലേ? ഇവിടെ രണ്ടും 3.33, ഇത് 6 അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാ? 3.33. അപ്പം ഈ 3.33യെ 3.33 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, ഒന്നുകൂടെ ഞാൻ എഴുതാം. ഫസ്റ്റ് നമുക്ക് അറ്റോമിക് മാസ് കാർബണിന്റെ 12 ആയിരുന്നു, ഹൈഡ്രജന്റെ 1 ആയിരുന്നു, ഓക്സിജന്റെ 16 ആയിരുന്നു. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കാണാൻ ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്തു. ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 3.33 കിട്ടി. ഇവിടെ 6.66നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 6.66 തന്നെയാണ്. ഇവിടെ 53.34നെ 16 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 3.33 ആണ്. ഇനി ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഈ കോളത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ 3.33 അല്ലേ? ഇവിടെ രണ്ടും 3.33, ഇത് വലിയ വാല്യൂ 6.6. അപ്പോൾ ഈ ചെറിയ വാല്യൂവിനെ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3.33, അപ്പോൾ 3.33യെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 6.66, ആ 6.66നെയും 3.33 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ 3.33യെ 3.33 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ ആ വാല്യൂ വെച്ച് ഈ നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്യുക. അപ്പം റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇവിടെ 3.33യെ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇവിടെ 6.66 ബൈ 3.33 ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. ഇവിടെയും വീണ്ടും 3.33യെ 3.33 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഡെസിമൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ ഡെസിമൽ ഒന്നും ഇല്ലാത്തത് കാരണം ഇതെല്ലാം സിമ്പിൾ റേഷ്യോ തന്നെയാണ്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 1:1.
മനസ്സിലായോ? ഈ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫോർമുല ആണ് എംപിരിക്കൽ ഫോർമുല. അപ്പം എംപിരിക്കൽ ഫോർമുല ഇതിൻ്റെ എങ്ങനെയാണ് എഴുതുന്നത്? C1 ആണ്, H2 ആണ്, O1 ആണ് അല്ലേ? C എന്ന് പറയുന്നത് 1 ആണ്, H എന്ന് പറയുന്നത് 2 ആണ്, O എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഫോർമുല? നമ്മൾ എഴുതും എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C1 അല്ലേ? C1 H2 O1. അപ്പം നമ്മൾ അതിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതും CH2O. കണ്ടോ? നോക്ക്, കാർബൺ ഇവിടെ 1 ആണ്, ഹൈഡ്രജൻ ഇവിടെ 2 ആണ്, ഓക്സിജൻ ഇവിടെ 1 ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയത് CH2O. അപ്പോൾ CHOയുടെ എംപിരിക്കൽ ഫോർമുല ആണ് CH2O. ഇനി എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കാണാം അല്ലേ? അപ്പൊ എങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല മാസ് കാണുന്നത്? എംപിരിക്കൽ ഫോർമുല മാസ് കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. നമ്മൾ ഈ കോമ്പൗണ്ട്സിന്റെ രണ്ടിൻ്റെയും കൂടെ മാസ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. അതായത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും. അപ്പം കാർബണിന്റെ മാസ് നമുക്കറിയാം 12 ആണ്. 12 പ്ലസ് ഹൈഡ്രജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 പ്ലസ് ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. അപ്പം 12 പ്ലസ് 2 പ്ലസ് 16 എന്ന് പറയുന്നത് 30 ആണ്. അപ്പം നമുക്കിതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി 30 ആണ്. ഇനി മോളാർ മാസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 90 ഗ്രാം ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണണം? മോളിക്കുലാർ ഫോർമുലയാണ് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മോളിക്കുലാർ ഫോർമുല കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? മോളിക്കുലാർ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ 90 ഗ്രാം ആണ്. കണ്ടോ, 90 തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് 90 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കിട്ടി. നമുക്കിപ്പോൾ കിട്ടി 30 ആണ് അല്ലേ? 30 ആണ്. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല കാണേണ്ട ഇക്വേഷൻ എന്തുവായിരുന്നു? N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പം നമുക്കിനി N കണ്ടുപിടിക്കണം അല്ലേ? N എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 90 ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കിട്ടി 30. സോ 90 ബൈ 30 എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമുക്ക് N കിട്ടി 3. ഇനി N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാമല്ലോ. N എന്ന് പറയുന്നത് 3 ആണ്. അപ്പം മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇവിടെ N നമുക്കിപ്പോൾ കിട്ടി 3 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല നമുക്ക് മുമ്പേ കിട്ടി, ടേബിൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. CH2O ആയിരുന്നു അല്ലേ? അപ്പം CH2O ആണ് എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് കാണുന്നത്? ഈ ഓരോന്നിനെയും ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Cയെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C3, Hനെ 2 ഇവിടെ ഉണ്ട്, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H6, Oയെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ O3. അപ്പം നമുക്ക് ഫൈനലായിട്ട് എന്ത് കിട്ടി? നമുക്കിതിൻ്റെ മോളിക്കുലാർ ഫോർമുല കിട്ടി. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത്? ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഈ മോളിക്കുലാർ മാസ് തരില്ല. അതായത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കിവിടെ മോളിക്കുലാർ മാസ് 19 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് മോളിക്കുലാർ മാസ് കൊടുക്കാം. അതായത് N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരിട്ട് അതിനകത്ത് N ഈസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ അല്ലെ മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മോളിക്കുലാർ മാസ് തന്നിട്ടുള്ളതുകൊണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തരാതെ അതിന് പകരം വേപ്പർ ഡെൻസിറ്റി എന്നായിരിക്കും തരുന്നത്. എന്താ? വേപ്പർ ഡെൻസിറ്റി എന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേപ്പർ ഡെൻസിറ്റി ആണ് തരുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. അങ്ങനെ മോളിക്കുലാർ ഫോർമുല വേപ്പർ ഡെൻസിറ്റി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി.
ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടും. ഇനിയിപ്പം നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എഴുതാം. ഇനി അല്ല വേപ്പർ ഡെൻസിറ്റി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക. ഇവിടെ ഇപ്പം കാൽക്കുലേറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഇഫ് ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി ഈസ് ഒരു നമ്പറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ വേപ്പർ ഡെൻസിറ്റി നിങ്ങൾ മോളിക്കുലാർ ഫോർമുലയല്ല മോളിക്കുലാർ മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മോളിക്കുലാർ മാസിലേക്ക് വേപ്പർ ഡെൻസിറ്റിയെ കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. അതായത് എത്രയാണോ തന്നിരിക്കുന്നത് വേപ്പർ ഡെൻസിറ്റി അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.